ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഫേസ് പാക്ക് ഇട്ടിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഒരുപാട് ഫേസ് പാക്കിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പാക്ക് ഉണ്ടാക്കുമ്പോഴും അത് എത്ര സമയം വെക്കാൻ പറ്റും, കൂടുതൽ സമയം വെച്ചാൽ എന്ത് പറ്റും എന്നുള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യം കൂടെയാണ്. ചിലരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ 15 മിനിറ്റ് വയ്ക്കുക, 20 മിനിറ്റ് വയ്ക്കുക എന്ന് പറയുമ്പോഴൊക്കെ അത് വെറുതെ പറയുന്നതാണ്. അതിന് കൂടുതൽ വെച്ചാൽ കുറച്ചും കൂടെ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ യൂസ് ചെയ്തുകൂടെ, എന്നിട്ട് രാവിലെ കഴുകിയാൽ പോരെ, അപ്പോഴല്ലേ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടാമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ദോഷം എന്താണ്, എന്തുകൊണ്ടാണ് ഫേസ് പാക്ക് 20 മിനിറ്റിൽ കൂടുതൽ വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത്. സ്കിന്നിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനും മുഖത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ക്ലിയർ ആയിട്ടുള്ള സ്കിൻ ആവാനും ഒക്കെ സഹായിക്കുന്നതാണ്. പക്ഷേ നമ്മളിത് ശരിയായ സമയത്തിനനുസരിച്ചും അതുപോലെ തന്നെ ശരിയായ അളവിലും നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മുഖത്തെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള മോയ്സ്ചർ നിലനിർത്താനും സ്കിന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും ഒക്കെ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് സഹായിക്കും. അപ്പം ഇനി എന്തൊക്കെയാണ് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എത്ര സമയമാണ് ശരിക്കും ഒരു ഫേസ് പാക്ക് മുഖത്ത് വയ്ക്കേണ്ടത്, ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് അത് വെച്ച് കിടന്നുറങ്ങാൻ പറ്റുമോ, രാവിലെ എഴുന്നേറ്റിട്ട് കഴുകിയാൽ മതിയോ എന്നുള്ള ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസറായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഫേസ് പാക്ക് യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മൾ വെറുതെ യൂസ് ചെയ്യുന്ന ചെറുപയർ പൊടി പോലും ഒരു ഫേസ് പാക്ക് തന്നെയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാറാണ്. പക്ഷേ ഇതൊക്കെ ശരിയായ സമയത്ത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ ശരിയായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാത്രി സമയം തന്നെയാണ്, അല്ലെങ്കിൽ വെയിൽ പോയിട്ടുള്ള വൈകുന്നേര സമയങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ചിലരൊക്കെ പറയാറുണ്ട്, ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്ന് നല്ലപോലെ ഡാർക്ക് ആയിട്ടുണ്ട്, ഉള്ള കളറും കൂടെ പോയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്തായിരിക്കും എന്ന് വെച്ചാൽ, അവർ ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം വെയിൽ കൊള്ളുന്നതുകൊണ്ടാണ്. നമ്മളെപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കണം. ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷവും നമ്മുടെ ഫേസ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും, അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് വെയിൽ കൊള്ളുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സ്കിന്ന് ഇരുണ്ടു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഏതൊരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് മാസ്ക് യൂസ് ചെയ്യുമ്പോഴും രാത്രി സമയത്ത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഡ്രൈ ആവാറുണ്ട്. ആ ഒരു ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത കാര്യം, രാത്രി ഫേസ് പാക്ക് ഇട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് ഫേസ് പാക്ക് ഇട്ട് കിടന്നുറങ്ങുന്നത്. നമ്മുടെ ചർമ്മത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നും റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ റിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്ന് കണ്ടെത്തുന്ന സമയം രാത്രിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫേസ് പാക്ക്, കട്ടിയുള്ള ഫേസ് പാക്കൊക്കെ ഇട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ പോസ് ക്ലോഗ് ആകുകയും അതുകൊണ്ട് തന്നെ മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇതുകൂടാതെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ജലാംശം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സാധാരണയായിട്ട് ഏതൊരു ഫേസ് പാക്കും ഉണങ്ങാൻ എടുക്കുന്ന ഒരു ഏകദേശ സമയം എന്ന് പറയുന്നത് 15 മുതൽ 20 മിനിറ്റ് ഒക്കെയാണ്. പിന്നെ ഫേസ് മാസ്ക് ആണ് കുറച്ചും കൂടി കൂടുതൽ ടൈം എടുക്കുന്നത്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും അത് ഉണങ്ങുന്നത്. എന്നാലും സാധാരണ ഫേസ് പാക്കിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ 15 മിനിറ്റിന് ശേഷം കഴുകി കളയുക, അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം കഴുകി കളയുക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. അതിൽ കൂടുതൽ സമയം വയ്ക്കുന്നത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കുകയും അതുവഴി നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കൂട്ടാനും ഇത് കാരണമാകും. നമ്മുടെ സ്കിന്നിൽ നേരത്തെ തന്നെ ചുളികളും വരകളും വരാനും നമുക്ക് ശരിക്കുമുള്ള ഏജിനേക്കാൾ കൂടുതൽ പ്രായം മുഖത്ത് തോന്നിക്കാനും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക.
ഇനി ഇങ്ങനെ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാലുള്ള അടുത്തൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാപ്പിപ്പൊടി അല്ലെങ്കിൽ മഞ്ഞൾ അങ്ങനെ കളർ പിടിക്കുന്ന കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ കൂടുതൽ സമയം വെക്കുമ്പോൾ ആ ഒരു കളറൊക്കെ നമ്മുടെ സ്കിന്നിലും നന്നായിട്ട് പിടിക്കും. പിന്നീട് അത് പോയി കിട്ടാൻ കുറേ ദിവസം എടുക്കും. നമ്മളൊരു 15 മിനിറ്റ് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും. ആ സ്ഥാനത്ത് ഒരു ദിവസം മുഴുവനായിട്ട് ഇരിക്കുന്ന സമയത്ത് അത്രയും കൂടുതൽ അതിൻ്റെ ഒരു പിഗ്മെൻറ്റ് നമ്മുടെ സ്കിന്നിൽ പിടിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് നൈറ്റ് മുഴുവൻ വയ്ക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഉണ്ട് കേട്ടോ മാർക്കറ്റിൽ. ഇന്ന് നമുക്ക് ഓവർനൈറ്റ് ഫേസ് മാസ്ക് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഫേസ് സിറം നൈറ്റ് ക്രീമും ഒക്കെ നിങ്ങൾക്ക് രാത്രി മുഴുവനായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ രാത്രി മുഴുവനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫേസ് പാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഉരച്ച് കഴുകരുത്. വളരെ പതുക്കെ മാത്രം വെള്ളം നനച്ചിട്ട് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. ഏത് ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും മാക്സിമം പോയാൽ 20 മിനിറ്റ്. ഇനി അതിനു മുമ്പായിട്ട് നിങ്ങളുടെ സ്കിന്നും ഫേസ് പാക്കും ഒക്കെ ഡ്രൈ ആവുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ കഴുകി കളയാവുന്നതാണ്. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചും ഫേസ് പാക്ക് ഉണങ്ങാൻ എടുക്കുന്ന സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്